വികസിച്ചെടുക്കുക. ദൈവത്തിന്റെ സഹായത്തോടെ നിങ്ങൾ പുരോഗമിക്കുകയാണെന്ന് മനസ്സിലാക്കുക. ഇത് നിങ്ങളുടെ ആത്മാവിന്റെ ബാറ്ററി റീചാർജ് ചെയ്യും. ധ്യാനത്തിലൂടെ ദൈവത്തിന്റെ ആനന്ദം ബോധപൂർവം അനുഭവിക്കുന്നതിലൂടെ നിങ്ങൾക്ക് മാനസിക സ്തംഭനം ബോധപൂർവം നശിപ്പിക്കാനും വർദ്ധിച്ചുവരുന്ന ആത്മീയ ആരോഗ്യവും വിവേകവും നേടാനും കഴിയും. എല്ലാ മാനസിക വിഷയങ്ങളെയും ഇല്ലാതാക്കി നിശ്ചയദാർഢ്യം, ധൈര്യം, തുടർച്ചയായ മാനസിക പരിശ്രമം, ഏകാഗ്രത എന്നിവയുടെ ദിവ്യപോഷണം സ്വീകരിക്കുക. ഏറ്റവും വിഷമകരമായ പ്രശ്നങ്ങളെപ്പോലും നിങ്ങൾക്ക് എളുപ്പത്തിൽ മറികടക്കാൻ പഠിക്കാൻ കഴിയും. ബാഹ്യസ്വാധീനങ്ങൾ മനസ്സിലേക്ക് അരിച്ചെത്തി ആന്തരിക പരിതസ്ഥിതി രൂപപ്പെടുത്തുന്ന നിരവധി വഴികളുണ്ട്. അനാരോഗ്യകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ശീലം രൂപപ്പെടുത്തുന്ന ചിന്തകളുടെ ഒഴുക്കിലൂടെ താഴോട്ടൊഴുകാൻ അനുവദിക്കരുത്. നിങ്ങൾ വായിക്കുന്ന പുസ്തകങ്ങളുടെ ഗുണനിലവാരം ശ്രദ്ധിക്കുക. നിങ്ങൾ സഹവസിക്കുന്ന ആളുകളുടെ തരം ശ്രദ്ധിക്കുക. കുടുംബം, രാജ്യം, ദൈനംദിന സഹകാരികൾ എന്നിവയുടെ സ്വാധീനം നിങ്ങളെ എങ്ങനെ ബാധിക്കുന്നുവെന്ന് ശ്രദ്ധിക്കുക. പലരും വിജയിക്കാത്തത് അവരുടെ കുടുംബങ്ങൾ അവരുടെ ഉപബോധ മനസ്സിനെ പുരോഗതിയെ തളർത്തുന്ന, നിരുത്സാഹപ്പെടുത്തുന്ന ചിന്തകൾ കൊണ്ട് വിഷലിപ്തമാക്കിയതുകൊണ്ടാണ്. ഉദാഹരണത്തിന്, ഓ ജോൺ, നീ എന്ത് ശ്രമിച്ചാലും അതിനെ കുഴപ്പത്തിലാക്കും. നിങ്ങൾ നിങ്ങളെത്തന്നെ കബളിപ്പിക്കുന്നത് നിർത്തുക. ഉണരുക. ഓർക്കുക, നിങ്ങൾ സ്വയം അസന്തുഷ്ടനാകാൻ തെരഞ്ഞെടുക്കാത്ത പക്ഷം ആർക്കും നിങ്ങളുടെ സന്തോഷത്തെ ബാധിക്കാൻ കഴിയില്ല. എല്ലാ സാഹചര്യങ്ങളിലും നിങ്ങളുടെ ആന്തരിക സന്തോഷം നിലനിർത്താൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും നിങ്ങളെ അസന്തുഷ്ടനാക്കാൻ കഴിയില്ല. പ്രബോധനം ചെയ്യുക. എന്നെ നേരിടുന്ന ഏത് സാഹചര്യവും എന്റെ വളർച്ചയുടെ അടുത്ത പടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എത്ര ശ്രമകരമായാലും എല്ലാ പരീക്ഷണങ്ങളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. കാരണം മനസ്സിലാക്കാനുള്ള ബുദ്ധിയും അതിനെ മറികടക്കാനുള്ള ശക്തിയും എന്റെയുള്ളിലുണ്ടെന്ന് എനിക്കറിയാം. ഓരോ അനുഭവത്തിനും പഠിപ്പിക്കാൻ കഴിയുന്ന പാഠം പഠിക്കാൻ ഞാൻ തയ്യാറാണ്. ഓരോ പരീക്ഷണത്തെയും അതിജീവിക്കുന്നതിലൂടെ ലഭിക്കുന്ന ശക്തിക്കും തിരിച്ചറിവിനും ഞാൻ നന്ദിയുള്ളവനാണ്.